ഉദ്യോഗസ്ഥനും 2 ജവാന്മാരുമാണ് കൊല്ലപ്പെട്ടത്. കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ മേഖലയിലാണ് ആക്രമണം. വിവരങ്ങളുമായി PG പ്രബോധ് ചേർന്നു. പ്രബോധ്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്താണ് വരുന്നത്? ചൈനീസ് ആക്രമണത്തിലാണോ 3 ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടമായത്? ശരത്ത്, ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. അതായത് ഇന്നലെ രാത്രി ചൈനയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക നിയന്ത്രണ രേഖ കടന്നു കയറാൻ ശ്രമമുണ്ടായി. ഇതിനെ തുടർന്ന് ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഈ ഏറ്റുമുട്ടലിലാണ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ള 3 പേർ കൊല്ലപ്പെട്ടത്. ഒരു കേണലും 2 ജവാന്മാരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ചൈനയിലെ ഗാൽവാൻ മേഖലയിലാണ്, ഈ ഗാൽവാൻ താഴ്വരയിലാണ് ഈ ചൈനയുടെ ഭാഗത്തുനിന്നുള്ള ഈ പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സ്ഥിതി അവിടെ അശാന്തമാണെന്ന് തന്നെ ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി അറിയിക്കുന്നു. ഇരു വിഭാഗങ്ങളുടെയും ഇരു രാജ്യങ്ങളുടെയും സൈനിക തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഇന്ത്യൻ കരസേന ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ആഴ്ചയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി സംഘർഷം വലിയ തോതിൽ ഉടലെടുത്തത്. ഏതാണ്ട് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ചൈന വലിയ തോതിൽ കടന്നുകയറ്റം ഉണ്ടാവുകയും ഈ കടന്നുകയറ്റം ഇന്ത്യ നയതന്ത്ര തലത്തിൽ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന മറ്റൊരു പ്രകോപനം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും അതിർത്തിയിലെ സ്ഥിതി ശാന്തമല്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക തലത്തിലുള്ള ചർച്ചകൾ നടത്തുന്നു. മറ്റു ചർച്ചകളെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ആലോചിച്ചിട്ടില്ലെന്ന് കൂടി ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സമീപകാലത്ത് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്രകോപനം തന്നെയാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രബോധ്, കഴിഞ്ഞ ആഴ്ചകളിൽ വലിയൊരു സംഘർഷ സാധ്യത തന്നെയാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉണ്ടായിരുന്നത്. അതിന് ക്രമേണ ധാരണയുടെ അടിസ്ഥാനത്തിൽ അയവ് വരികയും ചെയ്തിരുന്നു. അതിനിടയിലാണ് പുതിയ പ്രകോപനം ചൈനയുടെ ഭാഗത്ത് നിന്ന്. ഇത്തരം സംഘർഷ സാധ്യതകൾ ഉണ്ടാവുമെങ്കിലും സംഭവിക്കാത്ത തരത്തിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെ ചൈനീസ് പട്ടാളത്തിന്റെ വെടിയുതിർക്കുന്ന സാഹചര്യം ഇത് സംഭവിച്ചത് കിഴക്കൻ ലഡാക്കിലാണോ? തീർച്ചയായും അത് തന്നെയാണ് ഈ സ്ഥിതി വളരെ ഗുരുതരമാക്കുന്നതും. കാരണം ഒരു വശത്ത് ഇന്ത്യ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന കഴിഞ്ഞ ആഴ്ച വിദേശകാര്യ മന്ത്രാലയവും നൽകിയിരുന്നു. എന്നാൽ അപ്പോഴും ഇന്ത്യയുമായി നടത്തിയ ചർച്ചയെക്കുറിച്ച് വിശദാംശങ്ങൾ പുറത്തുവിടാൻ ചൈന ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. ഇന്ത്യയുമായുള്ള പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ അതിർത്തിയിൽ ഏതെങ്കിലും രീതിയിലുള്ള അവകാശവാദം ഇന്ത്യ അതിർത്തിയിൽ എന്തെങ്കിലും രീതിയിലുള്ള അവകാശവാദം ചൈന മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നില്ല. ഇത്തരത്തിൽ ചർച്ചകൾ തുടരുന്നുവെന്ന് ഇന്ത്യ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ചൈനീസ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു പ്രകോപനം കൂടി. അതും ഇന്ത്യൻ കരസേന തന്നെ വളരെ കൃത്യമായി സ്ഥിരീകരിക്കും. സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അതിലൊരു സ്ഥിരീകരണത്തിന്റെ കുറവുണ്ടാവാറുണ്ട്. പക്ഷേ ഇക്കാര്യം അങ്ങനെയല്ല. ഇന്ത്യൻ കരസേന തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു ഇത്തരമൊരു ആക്രമണം, ഇത്തരമൊരു പ്രകോപനം ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ചൈനയുടെ ആക്രമണത്തിലാണ് ഈ 3 സൈനികർ വീരമൃത്യു വഹിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇന്ത്യൻ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നൊരു പ്രകോപനം ഇന്ത്യക്ക് നേരെ ഉണ്ടായിരുന്നു കശ്മീരിൽ. ഇതും എല്ലാം ചേർത്ത് വായിക്കണമെന്നാണ് ഉന്നത സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇന്ത്യൻ അതിർത്തിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ വർദ്ധിക്കുകയാണ്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ചൈനയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യയുടെ പ്രതികരണം ഏത് രീതിയിലാണെന്നുള്ളത് ഏറെ നിർണായകമാണ്. ഇന്ത്യ ഔദ്യോഗികമായി അറിയിക്കുന്ന ഇക്കാര്യം മാത്രമാണ്. ഒരു സൈനിക തലത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുവെന്ന് മാത്രമാണ്. ഈ കരസേനയുടെ ഭാഗത്തു നിന്നാണോ വിശദീകരണം വന്നിട്ടുള്ളത്? അതിൽ ഈ കൊല്ലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും അതുപോലെ തന്നെ ചൈനയുടെ ആക്രമണം എപ്പോഴായിരുന്നു, ഏത് മേഖലയിലായിരുന്നു, അവരുടെ ഏത് ഭാഗത്തു നിന്നായിരുന്നു, ചൈനീസ് പ്രവിശ്യയിലെ ഏത് ഭാഗത്തു നിന്നായിരുന്നു, ഇത്തരം വിശദീകരണങ്ങളാണോ ആ വാർത്താക്കുറിപ്പിലുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പ്രബോധ് നൽകി വന്നത്. അതിർത്തിയിലാണ്, ഇന്ത്യ ചൈന അതിർത്തിയിലാണ് ചൈനീസ് ആക്രമണത്തിൽ 3 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു എന്ന വിവരം വന്നിട്ടുള്ളത്. കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കിഴക്കൻ ലഡാക്ക് മേഖലയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം എന്നാണ് വരുന്ന വിവരങ്ങൾ. കൊല്ലപ്പെട്ടത് ഒരു സൈനിക ഉദ്യോഗസ്ഥനും 2 ജവാന്മാരുമാണ്. കഴിഞ്ഞ ആഴ്ചകളായി നിലനിന്ന അതിർത്തിയിലെ സ്ഥിതി അത് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാവുന്നൊരു ഘട്ടമാണ്. ഇതിനിടയിലാണ് തീർച്ചയായും പ്രബോധ്, അസാധാരണമായൊരു നടപടി തന്നെ, പ്രകോപനപരമായൊരു നടപടി തന്നെ ചൈനയുടെ ഭാഗത്തു നിന്നും, അത് കരസേനയുടെ വാർത്താക്കുറിപ്പിലാണോ വിശദീകരിക്കുന്നത്? അതിൽ ആ വിശദീകരണം ഏതൊക്കെ തരത്തിലാണ്?
ഇന്ത്യയുടെ ഭാഗത്ത് ഇനിയും കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ മറ്റ് തരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വാർത്തകൾ കൂടുതൽ നാശനഷ്ടങ്ങൾക്കുള്ള കൂടുതൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്കടക്കം കൂടുതൽ പരിക്കുകൾ ഉണ്ടെന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. അതായത് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള 3 സൈനികർ കൊല്ലപ്പെട്ടു എന്നാൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ടെന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കൂടുതൽ സൈന്യത്തെ ഈ മേഖലയിലേക്ക് അയക്കുന്ന കാര്യവും ഇന്ത്യൻ സേന പരിശോധിച്ചു വരികയാണെന്നും അറിയുന്നു. എന്തായാലും ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന മറുപടി സനൽകുമാർ നമ്മൾക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ബ്രിഗേഡിയർ സനൽകുമാർ, ഈ വാർത്ത ഇന്ത്യൻ സൈന്യം തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ചൈനീസ് പ്രകോപനമാണ്, 3 സൈനിക ഉദ്യോഗസ്ഥരാണ് ഈ വിധത്തിൽ ചൈനീസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബ്രിഗേഡിയർ. തികച്ചും അപ്രതീക്ഷിതമായതും ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. നമ്മള് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉടനെ എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇതൊരു ലോവസ്റ്റ് ലെവലിൽ വരുമ്പോൾ പ്രകോപനങ്ങൾ ഫിസിക്കലായി മാറുന്നതാണ്. ഏറ്റവും താഴത്തെ ഫങ്ഷണൽ ലെവലിൽ വരുമ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്കും സ്വന്തം പ്രസ്റ്റീജ്, സ്വന്തം ടാസ്ക്, സ്വന്തം നമ്മൾ ചെയ്തത് മുഴുവൻ ചെയ്യാതിരുന്നോ എന്നുള്ളൊരു സംശയം വരുന്നതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഈ കാര്യങ്ങള് ഓരോ ലെവൽ മുകളിലേക്ക് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഓരോ ലെവൽ മുകളിലേക്ക് വരുമ്പോഴും ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കാനും ഇതിനെന്താണ് പ്രകോപനം ഉണ്ടായതെന്ന് ആലോചിക്കാനും അവസരം കിട്ടും. ഇത് എടുത്തു ചാടി നമ്മൾ ഉടനെ അവരെ തൂത്തുവാരണം എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഒന്ന് ഇപ്പൊ കിട്ടിയ വിവരം ഇതല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഭവത്തിൽ. എനിക്ക് ബാക്കി വിവരങ്ങൾ എനിക്ക് അറിഞ്ഞു പറഞ്ഞു. ഞാനിപ്പോ അത് ട്വിറ്ററിൽ 2 മണിക്കൂർ മുമ്പേ കണ്ടത്. ഇങ്ങനെയൊരു നടപടി, ഇങ്ങനത്തെ ഒരു അസാധാരണമായ പ്രകോപനം ചൈനയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ആ മേഖലയിൽ, അതിർത്തി മേഖലയിൽ നമ്മൾ പലപ്പോഴും പാകിസ്ഥാനുമായി പാക് പ്രകോപനം ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മൾ ആ നിലയിൽ തന്നെ അതിനെ നേരിടുകയും തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ അതിർത്തിയിലെ സംഘർഷം അസാധാരണമായ ഒരു തലത്തിലേക്ക് ഇന്ത്യ ചൈന അതിർത്തിയിൽ മാറുന്നുണ്ടോ? നമ്മള് ഇത് ഈ ഇന്ത്യ ചൈന ഈ കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള ഈ അതിർത്തി സ്റ്റാൻഡ് ഓഫിനെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരെല്ലാരും തന്നെ മനസ്സിലാക്കി കാണും. ഇത് 4 സ്ഥലങ്ങളിലായിട്ടാണ് ഈ അതിർത്തി സ്റ്റാൻഡ് ഓഫ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഞാൻ ട്വിറ്റർ വായിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് ഇത് ടങ്കോങ് സോയുടെ അടുത്ത ഫിംഗർ 5ന്റെ ഇടയ്ക്കാണ് ഇത്. ആ ഫിംഗർ ഏരിയാസിൽ എവിടെയാണ് സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അവര് നേരത്തെ ലഫ്റ്റനന്റ് ജനറൽ ലെവലിലും മേജർ ജനറൽ ലെവലിലും ഒക്കെ സംസാരിച്ചപ്പോഴാണെങ്കിലും അവര് ഈ നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ബാക്കിയൊക്കെ രണ്ട് സൈന്യങ്ങളും സംസാരിച്ച് ശരിയാകുമെങ്കിലും ഈ ടങ്കോങ് സോയുടെ ഏരിയ മാത്രം ഏറ്റവും അവസാനമേ അതിനുവേണ്ടി പിന്നെ ഒരു ലഫ്റ്റനന്റ് ജനറൽ ടോക്ക് വേണ്ടി വരുമെന്നാണ് ഞാൻ കേട്ടത് അന്നില്. അതാണ് പ്രോബബ്ലി അവർക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്നത്. ബേസിക്കലി എന്താന്ന് വെച്ചാല് ടങ്കോങ് സോയുടെ സ്ഥലത്ത് അവര് ഓൾറെഡി കാർഗിലിന്റെ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവരവിടെ എല്ലാവർക്കും അറിയായിരിക്കും ഫിംഗർ 8 വരെയാണ് നമ്മുടെ ക്ലെയിം ലൈൻ. ഫിംഗർ 8ൽ നിന്ന് ഫിംഗർ 5 വരെ അവരൊരു റോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. വണ്ടി ജിപ്സി ലെവൽ വണ്ടികൾ പോകാവുന്ന വഴി ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ക്ലെയിം പ്രശ്നം വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ക്ലെയിം ഈ റോഡ് നമ്മുടെ ക്ലെയിം ഏരിയയിലാണ് ഇവർ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ തിരിച്ച് ഫിംഗർ 8 വരെ പോകാന്ന് പറയുമ്പോൾ തിരിച്ച് ഫിംഗർ 8 വരെ എന്തായാലും നേരത്തെ നമ്മൾ പെട്രോളിൽ പോകാറുണ്ട്, ഇവിടെ ഓക്യുപ്പൈ ചെയ്യുമായിരുന്നില്ല. പണ്ടാണെങ്കിലും അവർ ഇങ്ങോട്ട് ഫിംഗർ 4 വരെ വന്ന് ഓക്യുപ്പൈ ചെയ്യാറുണ്ടായിരുന്നില്ല. അവർ പെട്രോൾ ചെയ്ത് തിരിച്ചു പോകാറാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ നേരത്തെ ഇവിടെയാണ് കഴിഞ്ഞ വർഷം പിന്നെ നേരത്തെയും ഒരിക്കൽ നിന്റെ അടുത്ത് ഇവര് കല്ലേറും തന്നെ അന്യോന്യം കല്ലേറും സിസ്റ്റിക്കസ് ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് നേരത്തെ. അപ്പൊ അതിന്റെ ഒരു ബാഡ് ബ്ലഡ് ബാക്കി കിടക്കുന്നതാണിത് എന്നാണ് എനിക്ക് സംഭവിക്കുന്നത്. ഇത് എന്തായാലും കാര്യം ചില്ലറായിട്ട് മാറ്റാവുന്ന ഐറ്റമല്ല. ഇത് കാര്യമായിട്ട് സംസാരിക്കും. ഇത് ഈ ലെവൽ റേസ് ചെയ്തത് സോർട്ട് ഔട്ട് ചെയ്യാവുന്നതാണ് എന്റെ പക്ഷം. പക്ഷെ ഇത് ചെറിയ കാര്യമല്ല. 3 ജീവൻ പോകാന്ന് പറയുന്നത് ഒരു വളരെ സീരിയസ് പ്രകോപനം തന്നെയാണെന്നാണ് എന്റെ പക്ഷം. തീർച്ചയായും അത് മാത്രവുമല്ല, ഇത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സംഭവിക്കുന്നു എന്നതുകൂടിയും വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതല്ലേ? കൺസേൺ മാറ്റർ ഓഫ് വെരി സീരിയസ് കൺസേൺ ആണ്. ഇങ്ങനെ ഇതുവരെ അവർ അനുവദിച്ചു എന്നുള്ളത്. ഇത്രയും അവർ സാധാരണഗതിക്ക് അവർക്ക് സാമാന്യം അവരുടെ ജവാന്മാരുടെ മുകളിലുള്ള കൺട്രോൾ സാമാന്യം നല്ലതാണ്. ഇപ്രാവശ്യം എന്താണ് ഇത്രയും വന്നതെന്നുള്ള കാര്യം നമ്മൾ അത് അപ്രോപ്രിയേറ്റ്ലി അതവർ ലെവൽ റേസ് ചെയ്യും. അതുവരെ റേസ് ചെയ്യും എന്നുള്ള കാര്യം 100% ഷുവറാണ്. ഇങ്ങനെ വിടില്ല അവരത്.
ആഫ്റ്റർ ഓൾ ഇങ്ങനെ വരുവാണെങ്കിൽ ഇതൊരു ഫ്രീ ഫോർ ഓൾ ആയി പോകത്തില്ലേ? എങ്ങനെയാണ് നമുക്ക് ആ നേരത്തെ ഈ ഉടമ്പടികളും ഈ സംസാരങ്ങളും ഈ ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നെല്ലാം വേസ്റ്റ് ആയി പോകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അത് ഇതെന്താണ് ഈ പ്രകോപനം ഉണ്ടായത് എന്നുള്ള കാര്യം തെളിയില്ല, എനിക്കറിയില്ല. അത് കാരണം നമുക്ക് ഞാനിത് ട്വിറ്ററിൽ കണ്ടതേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും അതെ അത് കൂടുതൽ എയർലി ആയി പോവും. ഏതായാലും പ്രാഥമിക വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടെലിഫോൺ നന്ദി ബ്രിഗേഡിയർ സനൽകുമാർ. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ അംബാസഡർ ടി പി ശ്രീനിവാസൻ ചേരുന്നുണ്ട്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ വിവരം അത് അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടാൽ ഇത് ഇന്ത്യ ചൈന ബന്ധത്തിൽ സംഭവിക്കാവുന്നത് എന്തൊക്കെയാണ്? സംഭവിക്കാവുന്നത് ഏറ്റവും ഭയാനകമായി സംഭവിക്കാവുന്ന ഒരു യുദ്ധം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് ആരും പ്രതീക്ഷിക്കുന്നില്ല. അത് അറ്റ്ലീസ്റ്റ് ഈ സമയം വരെ ആരും യുദ്ധം പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ചൈന ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു രൂപവുമില്ല. അത് നമ്മളുടെ ഗവൺമെന്റും അതിൽ സഹകരിക്കുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ഇതിനെ അവർ തമ്മിൽ സംസാരിച്ച് അത് പരിഹരിച്ചു കൊള്ളാം എന്നുള്ള ഒരു വിശ്വാസം അവർ നമ്മൾക്ക് ജനങ്ങൾക്ക് നൽകുകയാണ്. ഡിസെൻഗേജ്മെന്റ് തുടങ്ങി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴാണ് എൻഗേജ്മെന്റ് തുടങ്ങിയത് എന്ന് പറയുന്നില്ല. ആരാണ് ഡിസ്എൻഗേജ് ചെയ്യുന്നത്? ഏത് സ്ഥലത്തേക്കാണ് അവർ മാറുന്നത്? അതുപോലെ ഈ മരിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് മരിച്ചത്? 40 കൊല്ലം ഒരു വെടി നടന്നിട്ടില്ല. ഇത് ആരും സ്പോക്ക് എടുത്തിട്ടില്ല. അപ്പൊ എങ്ങനെ അടിച്ചു തന്നോ? അടികൊണ്ടാണോ വെടികൊണ്ടാണോ മരിച്ചത് പോലും നമുക്കറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഭാവിയെ പറ്റി സംസാരിക്കുക? അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പുറത്ത് ജനങ്ങളുടെ കോൺഫിഡൻസിൽ എടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുകയും. അതുകൊണ്ടാണ് എല്ലാ ചൈന എക്സ്പേർട്സും ഗവൺമെന്റാണ് ആവശ്യപ്പെടുന്നത് ഇതിനെപ്പറ്റി നടത്തണം. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അവർ പറയുന്നത് എല്ലാം ഭംഗിയായി നടക്കുന്നു, ഞങ്ങൾ തീർത്തോളാം എന്നുള്ളതാണ്. അപ്പൊ അതിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു ഇതുപോലെയുള്ള സംഭവങ്ങളും. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ എഴുതാറുള്ളതും പറയാറുള്ളതും ഇതൊക്കെ തന്നെയാണ്. അതിന്റെ ഒരു എന്താണ് നെഗോഷിയേറ്റ് ചെയ്യുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ് സത്യം? ആരാണ് ആദ്യം മൂവ് ചെയ്തത്? എന്താണ് പ്രകോപനം ഉണ്ടായത്? COVID-19 ബന്ധപ്പെട്ടതാണോ? അതോ ഇത് ചൈനയുടെ എക്സ്പാൻഷനാണോ? അവരുടെ ചെയ്യുന്നതാണോ? ഇതൊക്കെ വെറും കഥകൾ നമ്മൾ തന്നെ പറഞ്ഞുണ്ടാക്കാവുന്നതല്ലാതെ അത് കൃത്യമായി എന്താണെന്ന് പറയാൻ ഗവൺമെന്റിന്റെ വിവരങ്ങളില്ലാതെ സാധ്യമാവുകയില്ല. അപ്പൊ ഇതുപോലെ സംഭവം ഉണ്ടാക്കും തീർച്ചയായും ഗവൺമെന്റ് പറയേണ്ടി വരും. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോൾ ഈ വിവരം തീർച്ചയായിട്ടും പ്രധാനപരമാണ്, തീർച്ചയായിട്ടും നടന്നുകൂടാത്തതാണ്. നമ്മൾ വിചാരിച്ചിരുന്നത് എങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനെപ്പറ്റി മുഴുവനായിട്ടുള്ള വിവരം അറിയാത്തത് കൊണ്ട് നമുക്കതിനെപ്പറ്റി പ്രവചിക്കാം. അതായത് ശ്രീ ടി പി ശ്രീനിവാസൻ, താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു 40 വർഷത്തിനിടയിൽ സംഭവിക്കാത്തതാണ് ഇപ്പോൾ സംഭവിച്ചത്. ചൈനീസ് പ്രകോപനത്തിൽ, ചൈനീസ് ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന പ്രാഥമിക വിവരം. താങ്കൾ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? നേരിട്ടുള്ള ആക്രമണത്തിലാണോ എന്നതുപോലെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിൽ കൂടുതൽ വിശദീകരണങ്ങളും വിവരങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ നമ്മുടെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് വിള്ളലുകളുണ്ട്. അതിനെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു സാഹചര്യം അതുണ്ടാവരുത് എന്ന് കൂടുതലായി ആഗ്രഹിക്കേണ്ട ഒരു കാലമാണെന്നാണോ പറഞ്ഞു വന്നത്? നേപ്പാളിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്, മാലിദ്വീപ്, ശ്രീലങ്ക, അതുപോലെ തന്നെ ഓരോ സാഹചര്യം പാകിസ്ഥാനുമായി നമ്മൾ നിലവിൽ തന്നെ നിരന്തരം ഏറ്റുകൊണ്ടിരിക്കുന്ന, അതിനിടയിൽ ഈ വിള്ളലുകൾ കൂടുതൽ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യ ചൈന മേഖലയിലും മാറാൻ പാടില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു പ്രധാന ഉള്ളടക്കം? പാടില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. പക്ഷേ നമ്മുടെ തന്നെ നിയന്ത്രണത്തിലല്ലല്ലോ. ഇപ്പൊ ചൈനയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അവര് ഈ കോവിഡ് കഴിയുമ്പോൾ ലോകം മുഴുവൻ അവരുടെ കയ്യിലാവും എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു പക്ഷേ അസത്യമായിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ലല്ലോ, ഹോങ്കോങ്ങില്, തൈവാനില്, സൗത്ത് ചൈന സീയില് എല്ലാ ഭാഗത്തും അവര് കൂടുതൽ കാര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും. അപ്പൊ അതിന്റെ ഉദ്ദേശം അതാണോ ഈ ലോകത്ത് ഡോമിനേറ്റ് ചെയ്യാൻ അവർക്ക് കിട്ടുന്ന അവസരം? അതോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണോ? അതോ അവർക്കെതിരായിട്ട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാകുന്നത് കൊണ്ട് അതിനുവേണ്ടി അത് റിലീസ് ചെയ്യാനാണോ? അസംബ്ലിയിൽ അവർക്കെതിരായി വോട്ട് ചെയ്തുകൊണ്ടാണോ?
നന്ദി ശ്രീ ടി പി ശ്രീനിവാസൻ. ഈ ഘട്ടത്തിൽ വന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അസാധാരണമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ നിലയിൽ ഏത് തരത്തിലാണ് ചൈനീസ് പ്രകോപനം, എങ്ങനെയാണ് നമ്മുടെ സൈനികർ കൊല്ലപ്പെട്ടത് എന്നതുപോലെയുള്ള വിവരങ്ങൾ ഇനി കൂടുതലായി പുറത്ത് വരേണ്ടതുണ്ട്. പ്രബോധ, അദ്ദേഹം സൂചിപ്പിച്ചതും അതാണ്. 40 വർഷത്തിനിടയിൽ സംഭവിക്കാത്തതാണ് ഇപ്പോൾ സംഭവിച്ചത്. സംഘർഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല നിലയ്ക്കും ഇപ്പോൾ അടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അത് അതിനപ്പുറത്തേക്ക് പോകാതെ അതിനിടയിൽ ഏറ്റവും വഷളാകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നു, പിൻവാങ്ങലുകൾ ഉണ്ടാകുന്നു. ഇതിപ്പോഴും നമ്മൾ കണ്ടതാണ്, നമ്മൾ അറിഞ്ഞതാണ്. അവിടെയാണ് അസാധാരണമാം വിധം ചൈനീസ് പ്രകോപനത്തിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ വളരെ പരിമിതമായ വിവരങ്ങളാണോ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിശദീകരണത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്? ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്ത ചൈനീസ് സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ചൈനയുടെ ഭാഗത്തുനിന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇപ്രകാരമാണ്: ഇത്തരം വിഷയത്തെക്കുറിച്ച് പഠിച്ച ശേഷം മാത്രം പ്രതികരിക്കാമെന്നായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ പ്രതികരണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ചേർത്ത് വയ്ക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ വഷളാക്കുന്നതിൽ ഏകപക്ഷീയമായ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നതായും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ആക്രമണം നടന്നതായോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതായോ ചൈനീസ് സൈനികർക്ക് പരിക്കേറ്റതായോ തുടങ്ങിയ കാര്യങ്ങളിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ലഭ്യമായിട്ടില്ല. അതേസമയം ഇന്ത്യൻ സൈന്യം നൽകുന്ന ഈ ആക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ഇപ്രകാരമാണ്: ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ ഒരു വെടിവയ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ രീതിയിലുള്ള ഒരു കടന്നാക്രമണമായിരുന്നില്ല. ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമായിരുന്നു ചൈനീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഈ ഏറ്റുമുട്ടൽ ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈനികരുടെ ദേഹത്ത് ഒരു തരത്തിലുള്ള ഇന്ത്യൻ സൈനികരുടെ ദേഹത്ത് ഒരു തരത്തിലുള്ള കാര്യമായ വെടിയേറ്റ പാടുകളില്ലെന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇത് സ്ഥിതി സംബന്ധിച്ച കൂടുതൽ ഗുരുതരമാണെന്ന വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തു കൊണ്ടുവരുന്നത്. എന്തായാലും സ്ഥിതി വഷളാക്കരുതെന്ന ചൈനയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ 2 മണിയോടുകൂടി ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിലാകും ഒരുപക്ഷെ എന്താണ് അതിർത്തിയിൽ നടന്നത് സംബന്ധിച്ച ഇന്ത്യയുടെ നിലപാട് എന്താണ്, ഇക്കാര്യത്തിൽ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ വിശദീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. പ്രബോധ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചൈനീസ് പ്രകോപനമാണ്, ആക്രമണമാണ് നടന്നിട്ടുള്ളത്. ആക്രമണത്തിന്റെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഇനി അറിയാനുള്ളത്. അതും വളരെ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നിലയിലുള്ള ഒരു പുതിയ സാഹചര്യം, അസാധാരണമായ സാഹചര്യം, അതിസങ്കീർണമായൊരു സാഹചര്യം വന്നിട്ടുള്ളത്. അങ്ങേയറ്റം പ്രകോപനപരമായി ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ബന്ധം വഷളാവുകയും സൈനിക നീക്കങ്ങൾ ഇപ്പോൾ തന്നെയും കൂടുതൽ സൈനിക വിന്യാസമൊക്കെ ഉണ്ടായ ഒരു ഘട്ടം, അത്രമേൽ സംഘർഷഭരിതമായ ഘട്ടങ്ങളിലേക്കൊക്കെ പോയിരുന്നു. അവിടെ നിന്നാണ് കാര്യങ്ങൾ ആ സ്ഥിതിഗതികൾക്ക് അയവ് വരുന്നു എന്ന ചില പ്രതീതി വരുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു വിവരം വന്നിട്ടുള്ളത്. ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ചൈനീസ് നടപടിയെ അപലപിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ പ്രബോധ്? തീർച്ചയായും ശരത്ത്, ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു തരത്തിലുള്ള വെടിവയ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പരസ്പരം ഒരു വെടിവയ്പ് ഉണ്ടായിട്ടില്ല, പകരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഏറ്റുമുട്ടലാണ്. അതായത് ഒരു കല്ലേർ ഉൾപ്പെടെയുള്ളവ ഉണ്ടായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിലെല്ലാം ഒരു ഇന്ത്യൻ സേനയുടെ ഭാഗത്തുള്ള ഔദ്യോഗിക സ്ഥിരീകരണമല്ല ഞാൻ ഈ പറയുന്നത്. ചില നമ്മുടെ ന്യൂസ് 18 നെറ്റ്വർക്കിന്റെ അടക്കമുള്ള പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നൽകുന്ന റിപ്പോർട്ടുകളാണ്. അതായത് പരസ്പരം കല്ലേർ അടക്കമുള്ളവയുണ്ടായി. ഈ കല്ലേറിലാണ് ഇന്ത്യൻ കേണൽ ഉൾപ്പെടെയുള്ള 3 സൈനികർ കൊല്ലപ്പെട്ടത്. ചൈനീസ് സൈനികർക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഈ പരിക്ക് എത്രത്തോളം ആഴത്തിലുള്ളതാണ്, അവരാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. പരസ്പരം വെടിവയ്പല്ല ഉണ്ടായത്, പകരം പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക്, നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് ആണ് കാര്യങ്ങൾ പോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവും. 2 മണിക്കാണ് ഇന്ത്യൻ സൈന്യം
വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഏറ്റവും കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഔദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. 2 മണിക്ക് ഡൽഹിയിലാണോ വാർത്താ സമ്മേളനം അറിയിച്ചിട്ടുള്ളത്? ഡൽഹിയിൽ തന്നെയാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. എന്നാൽ ഏത് ഉദ്യോഗസ്ഥനാണ് വിളിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. ഡൽഹിയിൽ കോവിഡ് പ്രോട്ടോകോളുകൾ ഉള്ളതിനാൽ തന്നെ വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും വാർത്താ സമ്മേളനം ഉണ്ടാവുക. 2 മണിക്ക് വാർത്താ സമ്മേളനത്തിന് സജ്ജമാവാൻ എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും സൈനിക വക്താവിൽ നിന്ന് ഒരു അറിയിപ്പ് മാത്രം ലഭിച്ചിട്ടുണ്ട്. അത് ഓൺലൈൻ വഴിയായിരിക്കും വാർത്താ സമ്മേളനം നടക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു എവിടെയാണ് വാർത്താ സമ്മേളനം നടക്കുക, അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനാണ് വാർത്താ സമ്മേളനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 1975 ശേഷം ഇത് ആദ്യമായാണ് ഇന്ത്യൻ സൈനികർ ചൈനീസ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. 1975 അസം റൈഫിൾസിലെ 4 ജവാന്മാർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ആക്രമണത്തിൽ. എന്തായാലും ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇപ്പോഴും സൈനിക തലത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് ഒരു പ്രകോപനം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ചൈനീസ് വാർത്താ ഏജൻസിയുടെ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ചൈനീസ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനീസ് സൈന്യം അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്, ചർച്ചകൾ നടത്തുന്നുവെന്ന് ചൈനീസ് സൈന്യവും ഇന്ത്യയുമായി സൈനിക തലത്തിൽ ചർച്ചകൾ നടത്തുന്നുവെന്ന് ചൈനീസ് സൈന്യവും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രബോധാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം, പ്രാഥമികമായ വിവരങ്ങൾക്കപ്പുറം കൂടുതൽ വിവരങ്ങൾ 2 മണിക്ക് ഇന്ത്യൻ സൈന്യം തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഡൽഹിയിൽ. എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അതിർത്തിയിൽ ചൈനയുടെ പ്രകോപനം, 3 ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു, ചൈനീസ് ആക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് വരുന്നത്. എന്നാൽ വെടിവെപ്പുണ്ടായിട്ടില്ല എന്നത് കൂടി വരുന്നു. നേർക്കുനേർ ഏറ്റുമുട്ടൽ പോലെയുള്ള ചില സൂചനകളും വിവരങ്ങളുമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്ന നിലയിലേക്ക് പോകരുത് എന്നൊരു മുന്നറിയിപ്പ് ഉണ്ടാവുന്നുണ്ട്. സ്ഥിതി വഷളാക്കരുത് എന്ന് ഇന്ത്യയോട് ചൈന എന്ന നിലയിലാണ്. അതായത് ഈ ആക്രമണത്തിന് ശേഷം പുതിയ ഭീഷണി കൂടി ചൈനയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കൂടുതൽ വഷളാക്കരുത് സ്ഥിതിഗതികൾ എന്ന നിലയിൽ ചൈന ഇന്ത്യക്ക് മുന്നറിയിപ്പ് തരുന്ന വിധത്തിൽ ഇന്ത്യൻ പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഇനി അറിയാനുള്ളത്. ചൈനയുടെ ഈ പ്രകോപനത്തിന് നേരെ രാജ്യത്തിൻ്റെ തീരുമാനവും പ്രതികരണവുമാണ് അറിയാൻ ഇരിക്കുന്നത്. അതിർത്തിയിൽ ആ വിധമുള്ള അങ്ങേയറ്റം നിർഭാഗ്യകരമായ വിവരങ്ങളും സംഭവങ്ങളുമാണ് ഉണ്ടാകുന്നത്. 3 സൈനിക ഉദ്യോഗസ്ഥരുടെ വീരമൃത്യുവാണ്. ഏതായാലും പ്രബോധ ഇപ്പോൾ വന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനുശേഷം പ്രകോപനപരമായി തന്നെ ചൈന പെരുമാറുന്നു എന്ന സൂചന നൽകുന്ന ചില പരാമർശങ്ങളാണല്ലോ വാർത്തകളിലേക്ക് വരുന്നത്. ശരത്ത്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മറ്റൊരു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP ന്യൂസിന്റെ ചൈനയിൽ നിന്നുള്ള പ്രതികരണം വരുന്നുണ്ട്. അതായത് ഇന്ത്യ ചൈനീസ് അതിർത്തി കടന്നു കയറി, അതാണ് തിരിച്ച് ഇന്ത്യയാണ് ആദ്യം ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ AFP, അതായത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി AFP ചൈനീസ് സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഭാഗത്താണ് പ്രകോപനം ഉണ്ടായത്. ഇന്ത്യ ചൈനീസ് അതിർത്തി കടന്നു കയറുകയായിരുന്നു, തുടർന്നുണ്ടായ ചെറുത്തുനിൽപ്പാടുണ്ടായെന്നാണ് ചൈനീസ് സൈന്യം പ്രബോധ് അതൊരു പ്രധാനപ്പെട്ട തർക്കമായി വരാനിടയുള്ളത് തന്നെയാണ്. AFP റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചൈനീസ് സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. നിശ്ചയമായും നമ്മുടെ നിലപാട് സൈന്യവും അതുപോലെ തന്നെ സർക്കാരും പറയേണ്ടതുണ്ട്. ഇന്ത്യൻ നിലപാട് ആ നിലയിൽ വന്നിട്ടില്ലല്ലോ അല്ലേ പ്രബോധ്? ശരത്ത്, കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ആ വിശദാംശങ്ങൾ നൽകാം. അതായത് നിലവിൽ അതിർത്തിയിലെ ചർച്ച ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് ഇനി കൂടുതൽ പ്രകോപനം ഉണ്ടാവാതിരിക്കും, ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ധാരണ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നമുക്ക് ലഭ്യമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ 2 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിലായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നത്. അതായത് നേരത്തെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ മറ്റൊരു വാർത്താക്കുറിപ്പ്, ഇന്ത്യൻ സേനയുടെ മറ്റൊരു വാർത്താക്കുറിപ്പ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇരുവശത്തും കാഷ്വാലിറ്റീസ് ഓൺ ബോത്ത് സൈഡ്സ് എന്നാണ്. അതായത് ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണത്തിൽ ഇരുവശത്തും
മരണം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ഇറക്കിയിരിക്കുന്ന രണ്ടാമത്തെ തിരുത്തിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതിൽ ഇന്ത്യൻ സൈനികരുടെ മരണ വാർത്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നു. രണ്ട് വശത്തും ആളപായം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ഒരു മുതിർന്ന കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനടക്കമുള്ള 3 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. മറ്റിടത്ത് മറ്റ് ചൈനയുടെ ഭാഗത്തുനിന്നുള്ള സൈനികർ ആരൊക്കെയാണ് മരിച്ചത്, അല്ലെങ്കിൽ എത്ര പേർ മരിച്ചു തുടങ്ങിയ വിശദാംശങ്ങൾ ഇനിയും വിട്ടിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്താക്കുറിപ്പിലും ഔദ്യോഗിക വാർത്താ അറിയിപ്പിലും വ്യക്തമാക്കുന്നത്. ടി ജെ ശ്രീലാൽ കൂടി ചേരുകയാണ്. ശ്രീലാൽ, ഈ വന്ന വിവരം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഈ വാർത്താക്കുറിപ്പ് മാത്രമാണോ? ഇപ്പോൾ AFP ചൈനീസ് സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവരുടേതായ ഒരു വെർഷൻ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ സൈന്യത്തിന്റെ ഒരു വാർത്താക്കുറിപ്പുണ്ട്. 2 മണിക്ക് വാർത്താ സമ്മേളനം എന്നും പറയുന്നു. വന്ന വിവരങ്ങളെ ആകെ ഇപ്പോൾ പ്രബോധ് പറഞ്ഞതിന്റെ തുടർച്ചയിൽ ഒന്ന് ക്രോഡീകരിച്ചാലോ? ശരത്, തീർച്ചയായും ചൈന ഇപ്പോൾ പറയുന്നത് ഇന്ത്യ കടന്നാക്രമണം നടത്തി, അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ചില മുന്നറിയിപ്പുകൾ ചൈന നൽകുന്നു. ഇന്ത്യ ഇത്തരത്തിൽ ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിക്കരുത് തുടങ്ങിയ ചില മുന്നറിയിപ്പുകൾ ചൈന നൽകുന്നു. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു കടന്നുകയറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങളും അതുപോലെ തന്നെ സൈനിക വൃത്തങ്ങളും അറിയിക്കുന്നത്. ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത്. 2 മണിക്ക്, അതായത് നേരത്തെ തന്നെ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് തയ്യാറായിരുന്നു, ചർച്ചകൾ നടത്തിവരികയായിരുന്നു എന്നുള്ള ഒരു വിശദീകരണവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. എന്തായാലും 2 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ മാത്രമേ നമുക്കിത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. ഈ സംഘർഷം ഉടലെടുത്തത് തന്നെ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടികളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളാണ് ചൈന ആദ്യം തുടങ്ങിയത്. ചൈനയിൽ നിന്നും വിട്ടുപോകുന്ന കമ്പനികളെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അവർ വരുന്നത് തടയുക എന്നുള്ള ഒരു ശ്രമമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയും ഇല്ലാതിരുന്ന ലഡാക്ക് അതിർത്തിയിൽ LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ചില സൈനിക നീക്കങ്ങൾ ചൈന നടത്തിയത്. അതിനെ അപ്പോൾ തന്നെ ഇന്ത്യ അതിന് ആ രീതിയിലുള്ള ഒരു തടസ്സം, അവിടെ നിന്ന് കടന്നു കയറുന്നത്, നമ്മൾ യുദ്ധം ചൈനയും അതിർത്തിയിലെ യുദ്ധം എന്ന് പറയുമ്പോൾ തോക്കുകൊണ്ടുള്ള യുദ്ധമല്ല, ആളുകൾ ചൈനീസ് പട്ടാളക്കാർ നമ്മൾ അതിർത്തി കടന്നെത്തുന്നു, നമ്മൾ ഇവരെ ശരിക്കും തള്ളി തിരിച്ച് അയക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് പണ്ടുമുണ്ടായത്. ഇപ്പോഴും ആ രീതി തുടക്കത്തിൽ അതായിരുന്നു. പക്ഷെ അതിപ്പോൾ മാറി ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും ചൈനയ്ക്കും ചില കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾക്ക് ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ജയന്ത് ജേക്കബ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയന്ത്, ഈ വന്ന വിവരങ്ങൾ, അതിൽ നിന്ന് താങ്കൾ പ്രാഥമികമായി എത്തിച്ചേരുന്നൊരു വിലയിരുത്തൽ എന്താണ്? അതിർത്തി, ഈ കോവിഡാനന്തര കാലം, ചൈന വിട്ടൊഴിയുന്ന കമ്പനികൾ, അവയെ ഇന്ത്യ പോലൊരു രാജ്യത്തേക്ക് കൂടുതൽ സ്വാഗതം ചെയ്യുന്ന തരം നടപടികൾ, ഇതേ തുടർന്നൊക്കെ അതിർത്തി അശാന്തമായി മാറുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് അസാധാരണമായി പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുന്ന വിധത്തിലേക്ക് അതിർത്തിയിലെ ഈ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജയന്ത്, 1975 ശേഷം, അതായത് ഒരു തലമുറയോളം നമ്മൾ ഒരു അതിർത്തിയിൽ, ഒരു ഇന്ത്യ ചൈന അതിർത്തിയിൽ ഏതാണ്ട് 3500ഓളം കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ നമ്മൾ പറയുന്ന ഒരു അതിർത്തിയിൽ കൂടുതലും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണ് ഇപ്രകാരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്. എന്നാൽ ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ. നമ്മുടെ മുമ്പിലുള്ളതെന്ന് പറയുന്നത് ഇന്നലെ രാത്രിയിൽ ഡിസ്എൻഗേജ്മെന്റ് നടന്നപ്പോൾ ഗാൽവാൻ വാലിയിൽ ഇന്ത്യയുടെ ഒരു ആർമി ഓഫീസറും 2 ജവാന്മാരും മരിച്ചെന്നാണ് ഇന്ത്യയുടെ വാർത്താക്കുറിപ്പ് പറയുന്നത്. ചൈനീസ് വിദേശകാര്യ വക്താവിന്റെ ഇതിനെപ്പറ്റിയുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഇന്ത്യ ഏകപക്ഷീയമായ നടപടികൾ തുടരരുത് എന്നാണ്. അതിന്റെ ഒരു ധ്വനി എന്ന് പറയുന്നത് ഇന്ത്യ ഏകപക്ഷീയമായ ഒരു നടപടി തുടരുന്നതിന്റെ ഭാഗമായി അവർ പ്രതികരിച്ചു എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ അറിയണമെങ്കിൽ വാർത്താ സമ്മേളനം വരെ നമുക്ക് കാത്തിരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു പത്രക്കുറിപ്പിന് വേണ്ടി കാത്തിരിക്കുക വേണം. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് 2012 മുതൽ ചൈന അതിർത്തിയിൽ നമ്മൾ കാണുന്ന ഇൻകർഷന്റെ സ്വഭാവം മാറി വരികയാണ്. ഇപ്പം ഡെസ്പാങ് വാലി, അതിനുശേഷം ദോക്ലം, ഇങ്ങനെയുള്ളതിലെല്ലാം ഒരു ഇച്ചിരൂടെ ഒരു അഗ്രസീവായ ഒരു ചൈനീസ് ഇൻകർഷനാണ് ഉണ്ടാകുന്നത്. കാരണം ഈ അതിർത്തി നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. എന്നാൽ അടുത്തിടയ്ക്കായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോളിങ്ങിന്റെ ഇച്ചിരി ഒരു അഗ്രഷനും രൂപവും ഭാവവും ഒക്കെ മാറി. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 2 സൈഡിലും ബോർഡർ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ കൂടുതൽ മെച്ചമായി. അതുകൊണ്ട് പെട്രോളിംഗ് ഇച്ചിരി എളുപ്പമായി. അതിർത്തിയിൽ മുഖാമുഖം പട്ടാളക്കാർ വരുന്ന സാഹചര്യങ്ങൾ കൂടുതലുണ്ടാകും. ഇതിന്റെയൊക്കെ ഫലമായുള്ള ചില ഘടകങ്ങളാണ് ഇപ്രകാരമുള്ള സംഘർഷങ്ങളുടെ രൂപത്തെയും ഭാവത്തെയൊക്കെ മാറ്റാൻ സ്വാധീനിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, 2017 ദോക്കലം ഒരു വഴിത്തിരിവായിരുന്നു. അതുവരെ നമ്മൾക്കുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻകർഷൻ നടക്കും. അതിനുശേഷം നിങ്ങൾ ഒന്നിച്ച് ഇൻകർഷനെ മാറ്റി നിർത്തുക, അതിനുശേഷം നമ്മൾ ചർച്ച നടത്തുക എന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ നിൽക്കുന്നത്. എന്നാൽ ദോക്ലത്തിന് ശേഷം
നമ്മൾ കാണുന്നൊരു വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ചർച്ചയും ഈ ഇൻകർഷൻ ട്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കയറിയത് വിഡ്രോ ചെയ്യുന്ന തമ്മിലുള്ള ഒരു ബന്ധമില്ല. അതായത് നിങ്ങൾ ചർച്ച തുടരുന്നു, ചർച്ചകൾക്ക് ഫലമായി അല്ലെങ്കിൽ അതിന് അനന്തരഫലമായി ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ കുറച്ച് വിഡ്രോയിൽ വരുന്നു, ഈ രീതിയിലൊക്കെയാണ് വരുന്നത്. ശ്രീലാലാണ് ഒരു ചോദ്യമുള്ളത്. ഈ ഇപ്പോൾ നടന്നിട്ടുള്ള ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വാർത്ത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൈന അതിർത്തിയിൽ LACയിൽ നിലനിൽക്കുന്ന ചില സംഘർഷം, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നേപ്പാളിൽ നിന്നുള്ള ചില നീക്കങ്ങൾ, ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതുണ്ടോ? നേപ്പാളിന് ചൈനയുടെ പിന്തുണ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് കൂടി ഇത് വളരുകയാണോ? ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ലാർജറായിട്ട് കാണേണ്ടത് സൗത്ത് ഏഷ്യയിൽ ചൈന ഒരു അഗ്രസീവ് സ്റ്റാൻഡ് എടുത്തിട്ടൊക്കെയായിട്ട് എടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ 2012-13 പോലെ അത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഡെസ്പാങ് വാലി, അതിനുശേഷം ദോക്ലം, ഇതിലെല്ലാം. അതിനു മുമ്പ് ഇപ്രകാരം ഒരു അഗ്രസീവായിട്ട് ചൈന സ്റ്റാൻഡ് എടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ഈ കാണുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായിരുന്നു. ഇപ്പൊ ഫിലിപ്പീൻസുമായിട്ട്, വിയറ്റ്നാമായിട്ട്, അല്ലെങ്കിൽ ജപ്പാനുമായിട്ട്, ഈസ്റ്റ് ചൈന സീയില്, അങ്ങനെയുള്ള കാര്യമായിരുന്നു. എന്നാൽ ഒരു സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുണ്ട്, അതായത് അതിന് 2-3 ഘടകങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഷിയുടെ വളരെ പ്രസിദ്ധമായ ബംഗ്ലാദേശ് വിസിറ്റ് ഉണ്ട്. അവിടെ പോയുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്നു. നേപ്പാളിനെ ഒരു വലിയ അലയായിട്ട് പ്രഖ്യാപിക്കുന്നു. നേപ്പാളും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാകുന്നു. ഇതിനെയെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട സംഗതികൾ തന്നെയാണ്. എന്നാൽ എനിക്ക് വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഉള്ളതെന്ന് പറയുന്നത് 1993 ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു അവസാനമായിട്ട് ഒരു ബോർഡർ മാനേജ്മെന്റ് എഗ്രിമെന്റ് ഒപ്പിടുന്നത്. നരസിംഹറാവു ചൈനയിൽ ബീജിംഗിൽ പോകുന്ന സമയത്ത്. അതിനുശേഷം ഈ 2 രാജ്യങ്ങളും വളരെ വലിയ വളർച്ച ഉണ്ടായി. ചൈന വളർന്നു, അതോടൊപ്പം അത്രയും വളർന്നില്ലെങ്കിൽ ഇന്ത്യയും വളർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 2 രാജ്യങ്ങൾ, ജനസംഖ്യയുടെ കാര്യത്തിലുള്ള ഏറ്റവും വലിയ 2 രാജ്യങ്ങൾ, വ്യത്യസ്തമായ രാഷ്ട്രീയ വ്യവസ്ഥകളുള്ള 2 രാജ്യങ്ങൾ, സാമ്പത്തികമായി വളരുന്ന രാജ്യങ്ങൾ, സാമ്പത്തികമായി വളരുമ്പോൾ മറ്റു രാജ്യങ്ങളെ പല കാരണങ്ങളാലും അവരുടെ സ്വാധീനത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന 2 രാജ്യങ്ങൾ. ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിൽ വളരുന്ന സമയത്ത് ഒരു 25 വർഷത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളെ കണക്കിലെടുക്കുന്ന രീതിയിലുള്ള ഒരു ബോർഡർ മാനേജ്മെന്റ് കരാറോ അതിനുള്ളൊരു വ്യവസ്ഥയോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. നന്ദി ശ്രീ ജയൻ ജേക്കബ്. ഏതായാലും ഈ ഘട്ടത്തിൽ വളരെ പ്രാഥമികമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ KP ഫാബിയൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. ശ്രീ KP ഫാബിയൻ, ഈ വന്ന വിവരങ്ങൾ, അതിൻ്റെ ഒരു ഗൗരവം, അതിൻ്റെ ഒരു അപകടം താങ്കൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം കൂടി, സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു എന്ന വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി, സൈനിക മേധാവികളൊക്കെ പങ്കെടുത്തു. സ്ഥിതി ശാന്തമാക്കാൻ ചർച്ച, അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ആ ചർച്ച നടത്തുന്നു എന്നതുപോലെ വിവരങ്ങളും കൂടി ശ്രീ ഫാബിയൻ നമ്മുടെ മുമ്പിലേക്ക് പുതിയതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഫാബിയൻ, ഇതൊരു ലോക്കൽ ഇൻസിഡന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒരുപക്ഷെ നമ്മളൊന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചൈന ഉണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് ആയേക്കാം. അതേസമയത്ത് തന്നെ നമുക്ക് ചൈനയുടെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ ഡിസ്റ്റിംഗ്വിഷ്ഡ് സ്പീക്കർ പറഞ്ഞു 1992 നരസിംഹറാവു ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തെന്ന് പറഞ്ഞു. അതിങ്ങനെയാണത്. 1992 ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 93 നരസിംഹറാവു ബെയ്ജിംഗിലേക്ക് പോയി. അവിടെ വെച്ച് എഗ്രിമെന്റ് ഓൺ മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി അലോങ് ദി LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, സൈൻ ചെയ്തു. അതൊരു അബദ്ധമായിരുന്നു. കാരണം ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. 1950s ചുവൻലായി നെഹ്റുവിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് LACയുടെ ബേസിസിൽ ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പൊ നെഹ്റു അത് നിരാകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 1980s 80s ചൈന ഒരുപാട് ഇൻറോഡ്സ് ഇങ്ങോട്ട് നടത്തി. നമുക്കത് ശരിക്കും റെസിസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, എക്സെപ്റ്റ് ജനറൽ സുന്ദർജിയുടെ ഓപ്പറേഷൻ ഫോൾക്കൻ. അത് 86 എനിവേ 93 നരസിംഹറാവു സൈൻ ചെയ്തു. പക്ഷെ ആ സൈൻ അതിന്റെ കൂടെ ഒരു മാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു സാറ്റലൈറ്റ് മാപ്പ് ഉണ്ടാക്കാൻ ഒരു വർഷവും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതില് LAC കാണിക്കാമായിരുന്നു, LAC ചൈന, LAC ഇന്ത്യ, അതൊന്നും കാണിച്ചില്ല. അത് വെറുതെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് മാത്രം നമ്മളത് അംഗീകരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, അത് അബദ്ധമായിരുന്നു. കാരണം ചൈനയുടെ ആറ്റിറ്റ്യൂഡ് സമയം കിട്ടുമ്പോഴൊക്കെ ആ LAC അവരുടെ
അവർക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ കൂടെ മേശയുടെ ടേബിളിൽ ഇരിക്കുമ്പോൾ അവർ പറയും ഇതാണല്ലേ അപ്പൊ അവരെപ്പോഴും ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതാണ് സംഭവിക്കുന്നത്. പിന്നെ വേറെന്നുള്ളത് അവരൊരു 4 or 5 സ്ഥലത്ത് എന്താ പറയാ ഇൻട്രോഡ്സ് നടത്തും. അത് കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞ് നമ്മളോട് പറയും നമുക്കന്ന് ഇരുന്ന് സംസാരിക്കാം, ഞങ്ങൾ 3 സ്ഥലത്ത് നിന്ന് മാറിയേക്കാം, പക്ഷെ നിങ്ങൾ പറയുന്ന എല്ലാവരോടും 5 സ്ഥലങ്ങളിൽ നിന്നും എല്ലാവരും ചൈന മാറിയിട്ടുണ്ട്, വേറെ സ്ഥലങ്ങളിൽ ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പൊ എല്ലാം എന്താ പറയാ സിമെട്രിക്കലായിട്ട് വേണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ട്രിക്സ് ചൈന നമ്മുടെ അടുത്ത് ഇതുവരെ ചെലുത്തിയിട്ടുണ്ട്. ഇത് ഡോക്ടറിൽ തന്നെയും പലരും പറയുന്നുണ്ട് വലിയ വിജയമായിരുന്നു. എനിക്കതിൽ സംശയമുണ്ട്. ഞാനിവിടെ കേട്ടെടുത്തോളം, സർക്കാർ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനിവിടെ മിലിറ്ററി സർക്കിൾസിൽ കേട്ടെടുത്തോളം അന്ന് ഉണ്ടായ തീരുമാനം ഇതാണ്: 2 ഘട്ടമായിട്ട് വിഡ്രോ ചെയ്യാം. ആദ്യം വിഡ്രോ ചെയ്യാന്നുള്ളത് 2 പേരും സമ്മതിച്ചു. പിന്നെയാണ് ചൈനീസാണ് പറഞ്ഞത് 2 ഘട്ടമായിട്ട്, ഫേസ് ആയിട്ട്. എന്നിട്ട് അവർ പറഞ്ഞു ആദ്യത്തെ ഫേസിൽ 100 മീറ്റേഴ്സ് വിഡ്രോ ചെയ്യണം, അത് ഇന്ത്യ ആദ്യം ചെയ്യണം. അപ്പൊ ഇന്ത്യ ആദ്യം 100 മീറ്റേഴ്സ് വിഡ്രോ ചെയ്തു, പിന്നെ ചൈനയും 100 മീറ്റേഴ്സ് വിഡ്രോ ചെയ്തു. രണ്ടാമത്തെ ഘട്ടം ചൈനയാണ് ആദ്യമായിട്ട് വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നത്, അതവർ ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ചൈനയുടെ കാര്യത്തിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഫാബിയൻ, അതുകൊണ്ട് തന്നെ ഒരു സംശയം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷം ഇത് കൂടുതൽ തലത്തിലേക്ക് വളരാനുള്ള സാധ്യതകൾ അത്രമാത്രമുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അതിർത്തിയിൽ ഇരു രാജ്യത്തിന്റെയും ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ചൈന അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഈ അംഗീകരിച്ചതിൽ തന്നെ അത് നടപ്പിലാക്കാനോ ചൈന തയ്യാറാകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? എന്റെ അഭിപ്രായത്തിൽ ഇതൊരു യുദ്ധത്തിലേക്ക് 62 പോലുള്ള യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതേസമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ചൈന പറയും നമുക്ക് ഇരുന്ന് വർത്താനം പറയാം, എന്നിട്ട് തീർക്കാമെന്ന് പറയും. പക്ഷെ ആ തീരുമാനത്തില് അവര് കുറച്ചും കൂടി നമ്മുടെ ടെറിട്ടറി നിബിൾ ചെയ്യും, അത്രേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടെ ശ്രീ ഫാബിയൻ, നമ്മുടെ നയതന്ത്ര തലത്തിലുണ്ടായ ഷിഫ്റ്റ്, നമ്മളൊരു പ്രോ അമേരിക്കൻ തലത്തിലേക്ക് മാറുന്നു, അത് അമേരിക്ക ചൈന ട്രേഡ് വാർ നിലനിൽക്കുന്നു, ഇതെല്ലാം ഈ ഒരു തീരുമാനത്തെ, ഒരു നിലപാടിനെ സ്വാധീനിക്കാൻ, ഈ ഒരു സംഘർഷത്തിലേക്ക് വഴിവെക്കാനുള്ള നടപടികളെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം? പല കാരണങ്ങളുണ്ട് ചൈന ഇപ്പൊ ചെയ്തത്. എന്തുകൊണ്ട് അവർ ചെയ്തു? അത് നമ്മുടെ അമേരിക്കയായിട്ടുള്ള എന്താ പറയാ ഗെറ്റിംഗ് ക്ലോസർ ടു അമേരിക്ക ഒരു കാരണമാണ്. പിന്നെ രണ്ടാമത് നമ്മുടെ ഹോം മിനിസ്റ്റർ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ആക്സൈഷൻ വീണ്ടെടുക്കുന്നു. അതൊന്നും അങ്ങനെയൊന്നും പറയരുതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ചൈനയിൽ പോയി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങളിത് ഇന്റേണൽ മാറ്ററാണ്, അബോളിഷൻ ഓഫ് 370, എക്സ്റ്റേണൽ ആയിട്ട് യാതൊരു റെപ്പർക്കേഷൻസ് ഇല്ല. പക്ഷെ അതുകൊണ്ട് ചൈന അത് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ വന്നിട്ടുണ്ട്. തീർച്ചയായും ശ്രീ കെ പി ഫാബിയൻ, വളരെയധികം നന്ദി. വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടത്തിലേക്കാണ്. ചൈനയുടെ ലക്ഷ്യങ്ങളെന്ത്, ചൈനയുടെ നീക്കമെന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് നയതന്ത്ര വിദഗ്ധർ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ചരിത്രത്തിലെ ഓരോ അടരുകളും സൂചിപ്പിച്ചുകൊണ്ടാണ് ശ്രീ കെ പി ഫാബിയൻ ഈ വിഷയത്തെ ഇപ്പോൾ സമീപിച്ചത്. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉള്ളത് മറ്റൊരു നയതന്ത്ര വിദഗ്ധ ശ്രീമതി ഉമാ പുരുഷോത്തമനാണ്. ശ്രീമതി ഉമാ പുരുഷോത്തമൻ, ഇതിൽ ശ്രീ കെ പി ഫാബിയൻ പറഞ്ഞതുപോലെ ചൈന എന്താണ് ഇതിൽ കണക്കുകൂട്ടുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കല്ലേറിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ അതിർത്തിയിൽ നിലനിർത്തി പോരുന്ന ഈ സംഘർഷത്തിൽ ഈ സൈനികർ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അതിൽ ഈ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ 45 വർഷത്തിനിടയിൽ യുദ്ധത്തിന് ശേഷം സംഭവിക്കാതിരുന്ന കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യ ചൈന ബോർഡർ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റൈവൽറി ഉണ്ടായിട്ട് പോലും ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോർഡറാണ്. ഇപ്പൊ നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എസ്കലേഷൻ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആണ്, അഭിലപനീയമാണ്. പക്ഷെ ഇതിനകത്ത് ഒരു ലാർജർ ഗെയിം പ്ലാൻ ആണെന്ന് തോന്നുന്നു ചൈന നോക്കുന്നത്. പക്ഷെ അതിന് ഞാൻ പറഞ്ഞോട്ടെ, ഇതൊരു ലോക്കൽ ലെവൽ കമാൻഡേഴ്സ് ചെയ്തതാണോ, അതൊരു സ്റ്റേറ്റ് പോളിസി ആണോ നമുക്ക് അറിയില്ല. ഈ നടന്ന ഇൻസിഡന്റിന്റെ ഡീറ്റെയിൽസും ഇപ്പോഴും വേഗാണല്ലോ. 2 സൈഡിൽ നിന്നും ലോസസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ എൻക്വയറി ഒബ്വിയസ്ലി വേണം. പക്ഷെ എങ്കിൽ പോലും ഇതൊരു എസ്കലേഷൻ ആണോ, ഇറ്റ് ഷുഡ്, ബട്ട് അതൊരു ചർച്ചകൾ നിർത്താനുള്ള കാരണമാവരുത്. കാരണം നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്കെന്നല്ല ചൈനയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 2 ന്യൂക്ലിയർ പവർ, ലോകത്തിന് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം 2 ന്യൂക്ലിയർ പവർ കൺട്രീസ്
ഫേസ് ടു ഫേസ് ഓഫ് ചെയ്യുക എന്നുള്ളത്. ഇതിനകത്ത് ചൈനയുടെ ലോജിക് ഗെയിം പ്ലാൻ ഒബ്വിയസ്ലി ഇന്ത്യക്ക് ഒരു വാർണിംഗ് ആണ്. US ആയിട്ട് അധികം ക്ലോസ് ആവരുത്. കാരണം US ആയിട്ട് ഡിപ്ലോമാറ്റിക്കലി ക്ലോസ് ആവുമ്പോഴും ജോഗ്രാഫിക്കലി നമുക്ക് ചൈനയെ വിഷവേ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അത് ചൈന ഒറ്റക്കൂടെ അത് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ. പിന്നെ ഓഫ്കോഴ്സ് പല പല ഇഷ്യൂസ് ഉണ്ട്. ഒന്ന് നമ്മൾ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടാണ് അത് കണ്ടത്. നമ്മളുടെ ഒബ്ജെക്ഷൻസ് കാരണം പല കൺട്രീസും ഡൗട്ട് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഒരു വലിയ ആയിരുന്നല്ലോ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ്. പിന്നെ ബോർഡർ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വളരെ പിന്നിലായിരുന്നു. പക്ഷെ ഈ അടുത്ത 3-4 വർഷം കൊണ്ട് നമ്മുടെ ബോർഡർ ഇൻഫ്രാസ്ട്രക്ചർ ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ എക്സ്പ്ലിസിറ്റ് അവർ പറയുന്നത് ഇപ്പൊ നമ്മൾ ബിൽഡ് ചെയ്ത റോഡിനെ പറ്റിയിട്ടാണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ പല പൊളിറ്റീഷ്യൻസും പറയുന്ന ചില പ്രൊവക്കേറ്റീവ് ആയിട്ട് കാണുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതും ഈ ഒരു വാട്ടേഴ്സ് മഡിൽ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സംശയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇരു രാജ്യവും കോവിഡിന്റെ പ്രതിരോധത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നത്? കോവിഡ് ആക്രമണം ഇരു രാജ്യത്തുമുണ്ട്. ചൈനയിൽ വീണ്ടും 2ാം ഘട്ട വ്യാപനം ഉണ്ടാകുന്നു തുടങ്ങിയ വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്ന ചോദ്യത്തിന് എന്താകും താങ്കളുടെ മറുപടി? എല്ലാ വർഷവും ഈ ഒരു സമയത്ത് ഇൻഫ്ലേഷൻസ് ഉണ്ടാവുന്നതാണ്. ഈ പെർസെപ്ഷൻസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഈ വർഷം അത് കൂടുതൽ ഉണ്ടായിട്ടുണ്ടാകാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ചൈന ഒരുപാട് ഐസൊലേറ്റഡ് ആയി. കാരണം പലരും ചൈനയെ ബ്ലെയിം ചെയ്യുന്നു. WHO ചൈനയെ ആവശ്യത്തിന് ട്രസ്റ്റഡ് ചൈന ടു മച്ച് എന്നുള്ളൊരു ക്രിറ്റിസിസം WHO-ക്കെതിരെ ഉണ്ട്. പല കേസും ചൈന അത് ഹാൻഡിൽ ചെയ്ത് അല്ലെങ്കിൽ സമയത്ത് അതിനെക്കുറിച്ചുള്ള ന്യൂസ് കൊണ്ടുവന്നില്ല എന്ന് പറയാം. അതേസമയം ഇന്ത്യ മെഡിക്കൽ ഡിപ്ലോമസിയിലൂടെ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ആക്ച്വലി ഇൻക്രീസ് ചെയ്തു കോവിഡ് സമയത്ത്. കാരണം നമ്മൾ പല രാജ്യങ്ങൾക്കും കിറ്റ്സ് കൊടുക്കുകയും PPE എക്യുപ്മെന്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് രാജ്യങ്ങളെയും കുറിച്ചുള്ള പെർസെപ്ഷൻ ഡിഫറൻസ് ഉണ്ട് പല രാജ്യങ്ങളിലും. ചൈനയെ കുറിച്ച് കുറച്ചുകൂടെ മോശമായിട്ടൊരു ഇമേജ്, ഇന്ത്യയെ കുറിച്ച് കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇതുവരെ ഉള്ളത്. ആ ഇന്ത്യ തന്നെ ഇപ്പോ WHO ബോർഡ് മെമ്പർ ആവുകയും ചെയർപേഴ്സൺ ആവുന്നു, US ആയിട്ട് അടുക്കുന്നു. അപ്പൊ ചൈന ഇത് കാണുന്നത് ഒരു ഇച്ചിരി കൂടെ വലിയ പെർസ്പെക്റ്റീവിലാണ്. US ചൈന കോൺഫ്ലിക്റ്റിന്റെ പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. അപ്പൊ ഒബ്വിയസ്ലി തൊട്ടടുത്ത നെയ്ബർ US-ന്റെ അലായി ആവാതിരിക്കുക എന്നുള്ളത് ചൈനയുടെ ആവശ്യമാണ്. തീർച്ചയായും ആ നിലയിൽ ട്രംപ് അമേരിക്കൻ ഭരണകൂടത്തോട് അവിടെ ഏറ്റവും അധികം അൺപോപ്പുലർ ആയിരിക്കുന്ന കാലത്ത് പോലും ട്രംപുമായി ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന ഇന്ത്യ ആ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ആ ഒരു സഹകരണം, അതൊരു ഭാഗത്ത് കോവിഡാനന്തര കാലത്ത് ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിനെ വളരെ സൂക്ഷ്മതയോടെ നോക്കുന്ന ചൈനയുടെ നിരീക്ഷണം, അതിർത്തിയിലെ നിലനിന്നു വരുന്ന സംഘർഷം, ഇതെല്ലാം ചേരുന്ന ഒരു പുതിയ ഘട്ടത്തിലാണ് പുതിയ തന്ത്രങ്ങൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായി ഉയരുന്നത്. ശ്രീലാൽ, അത് മാത്രവുമല്ല, അതിനുശേഷം ചില മുന്നറിയിപ്പുകൾ കൂടി ഇന്ത്യക്ക് മേൽ വെക്കുന്ന നിലയിലാണ് ചൈനയുടെ നീക്കം. ശരത്, നമ്മൾ അതിർത്തിയിൽ സംഘർഷം എന്ന് പറയുമ്പോൾ ഇന്ത്യ പാക് സംഘർഷത്തെ പോലെ കാണരുത്. ചൈന അതിർത്തിയിലെ സംഘർഷം, ഇന്ത്യ പാക് സംഘർഷം എന്ന് പറയുമ്പോൾ വലിയ മോട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം, ഇപ്പോഴും നടന്നു, വലിയ തോതിലുള്ള ആക്രമണം, അതൊക്കെയാണ്. അത് എല്ലാ വർഷവും മഞ്ഞൊരുക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷം ഉണ്ടാകാറുള്ളത് ഇപ്പോഴും വീണ്ടും തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇന്ത്യ ചൈന സംഘർഷം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു തലത്തിൽ കൂടെ കണ്ട്, അതായത് വളരെ സൂക്ഷ്മമായും വളരെ തന്ത്രപരമായ, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈനികർ പരസ്പരം തള്ളി മാറ്റുന്ന രീതിയിലുള്ള ഒരു യുദ്ധം പോലും, അതാണ് അവിടുത്തെ ദ്വന്ദ്വയുദ്ധം എന്നൊക്കെ പറയുന്നത് പോലുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ സൈനികർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ചൈനയുടെ ഭാഗത്തും മരണം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു, കല്ലേറിലാണ് മരിച്ചതെന്ന് പറയുന്നു. എന്തായാലും അക്കാര്യത്തിൽ 2 മണിയോടെ അല്പസമയത്തിനുള്ളിൽ സൈന്യത്തിന്റെ ഔദ്യോഗിക വിശദീകരണം വരും. ഇത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങണം എന്നൊരു സാഹചര്യം. ഇപ്പോൾ ശ്രീലാല് പറഞ്ഞ ഈ വ്യത്യാസം, ഇന്ത്യ പാക് അതിർത്തിയിൽ കാണുന്ന പരസ്പര ആക്രമണം, പ്രകോപനം, അതിന്റെ സ്വഭാവമല്ല ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഭവിച്ചു വരുന്നത്. ശ്രീ മേജർ രവി ടെലിഫോൺ ലൈനിൽ ചേർന്നു. മേജർ രവി, അത് തന്നെയാണ് ഇവിടെ നമ്മുടെ സൈനികർ കൊല്ലപ്പെടുന്നത് കല്ലേറിലാണ് എന്ന നിലയിൽ വരുന്ന ഈ അതിർത്തിയുടേതായ അതിലെ ടെൻഷന്റെ, സംഘർഷത്തിന്റെ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. മേജർ രവിയുടെ ഒരു അനുഭവത്തിലും ഓർമ്മയിലും ഈ വിഷയം, ഇപ്പോഴത്തെ ഈ ക്രൈസിസ്, അത് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഞാൻ ക്ഷമാപണം, കാരണം ഞാൻ അങ്ങനെയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇന്ന് കാലത്തോട്ടിട്ട് ഒരു യാത്രയിലായതുകൊണ്ട് ഇപ്പം ചോദിച്ച പോലെ അതിന്റെ ഒരു ചൈനക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഇതിന് മുന്നേ ഞാൻ പറയുന്നുണ്ട്. ചൈനക്കാർ ഇന്നേവരെ അവര് ആയുധപരമായിട്ട് വെടിവെപ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ബൊമ്പാർട്ട്മെന്റോ ഒന്നും നടത്താതെ ഡോക്ലാം ഏരിയയിലും നമ്മുടെ
കംപ്ലീറ്റ് നോർത്ത് ഈസ്റ്റേൺ ബോർഡേഴ്സിൽ മുഴുവൻ എന്നും അവര് വന്ന് തള്ളുക ഇങ്ങനെയുള്ള പരിപാടികളല്ലാതെ വേറെയുള്ള പരിപാടികളൊന്നും ഇവർ ചെയ്യാറില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രകോപനങ്ങൾ അവിടെ നിന്ന് വല്ല അറ്റാക്കും വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിന്റെ സീരിയസ്നെസ് മാറ്റിവെക്കാൻ പറ്റില്ല. ബിക്കോസ് അവരിങ്ങനെ ഒരു പാകിസ്ഥാൻ ആണെങ്കിൽ ഇത് ഓക്കെ എവറി ടൈം യൂഷ്വലി ഹാപ്പനിങ് എന്നുള്ളത്. പക്ഷെ ഇങ്ങനൊരു സമയത്ത് ചൈന അവിടെ നിന്ന് ഫയർ ചെയ്തു. ഞാൻ കേട്ടു 2 പട്ടാളക്കാർ മരിച്ചു എന്നുള്ള ന്യൂസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേട്ട സ്ഥിതിക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇതിനെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഇല്ല അവര് ഒന്നും ചെയ്യില്ല എന്നുള്ളത്. ഇതിന് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും വേണം. നമ്മുടെ ഡിഫൻസ് ഹാസ് ടു ബി സ്ട്രോങ് നൗ. ഇത് ആ ഡിഫൻസ് നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് അവർക്ക് തിരിച്ചു കാണിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും അവരുടെ ബിഹേവിയർ പാറ്റേൺ മാറാൻ പോകുന്നത്. അതല്ല അവര് ഇപ്പൊ ഇതുപോലെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് വി കനോട്ട് ടേക്ക് അനദർ 62 വാർ. അപ്പം ഇന്ന് നമ്മൾ അങ്ങനെയുള്ള ഒരു പൊസിഷനിലും അല്ല. 62 വാറിന്റെ സമയത്ത് വി വർ ഹെൽപ്ലെസ്. ബട്ട് ടുഡേ ഇന്ത്യ ഇസ് നോട്ട് ഹെൽപ്ലെസ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡിപ്ലോമാറ്റിക്കൽ നയങ്ങളൊക്കെ ചാൻസുകളൊക്കെ നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ പ്രായോഗികമായിട്ട് ചെയ്യേണ്ട ഡിഫൻസീവ് മെഷേഴ്സ് നമ്മൾ എടുത്തേ പറ്റും. ഒരു യുദ്ധം വന്ന രാജ്യങ്ങളും തുടങ്ങി വെക്കുകയാണെങ്കിൽ നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് ഒന്നും എടുത്തിട്ടില്ല. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദേ ആർ ഓൺ ആൻ ഒഫൻസീവ് മൂഡ്, നോട്ട് ഓൺ ദ ഡിഫൻസീവ് മൂഡ്. അപ്പൊ ഇതിനെ നമ്മൾ അനാലിറ്റിക്കലി നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഇൻ എ ഡിഫറെന്റ് മൂഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പക്ഷേ മേജർ രവി, ഒരു വാദമുള്ളത് ഒരു ഇൻഡോ അമേരിക്ക കൂട്ടുകെട്ടിനെതിരെയുള്ള ചൈനയുടെ ഒരു മുന്നറിയിപ്പ്, അതോടൊപ്പം തന്നെ ഒന്ന് പേടിപ്പെടുത്തുക എന്നിട്ട് പിന്നിലേക്ക് പോവുക എന്നൊരു നയം കൂടി ചൈനയ്ക്ക് ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകാം എന്നുള്ള ഒരു ആലോചന കൂടെയുണ്ട്. അതിന് എത്രത്തോളം സാധ്യതയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ദ്വന്ദ്വയുദ്ധത്തിന്റെ രീതിയിലുള്ള യുദ്ധം നടക്കുന്ന കാര്യത്തിൽ? അത് തന്നെ. ഇപ്പം അമേരിക്ക എന്നുള്ളത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വിത്ത് അമേരിക്ക, ട്രംപും മോദി എന്നുള്ള ആ ഒരു കൂട്ടുകെട്ട്, ഇതിന് പല രാജ്യങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ജനറലി ചൈനയെ പോലുള്ളതും പാകിസ്ഥാനെ പോലുള്ള ആളുകൾക്കാണ് ഇതിന് ഏറ്റവും അധികം വലിയ പ്രശ്നം. കാരണം ഇന്ത്യ എന്നെല്ലാം സ്ട്രോങ് ആവുന്നു. ഇന്ത്യക്ക് ഇപ്പോഴും നമ്മുടെ റഷ്യൻ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഏത് കാലത്തും നിന്നിട്ടുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ അമേരിക്കൻ സപ്പോർട്ട് കൂടെ വരുന്ന സമയത്ത്, കാരണം അമേരിക്ക ഇന്ന് ചൈനയെ കാണുന്നത് അതുപോലുള്ള ബൈലാറ്ററൽ സംസാരങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഇന്നിപ്പോ അമേരിക്കയും ചൈനയും നിൽക്കുന്നത് ഒരു ശരിക്കൊരു ശത്രുപക്ഷമായിട്ടുള്ള ലെവലിൽ തന്നെയാണ്. ആ സമയത്ത് ഇന്ത്യനെ മാത്രം എന്തെങ്കിലും ഇതുപോലെ പ്രകോപിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിലോട്ട് കൊണ്ടുപോയിട്ട് അമേരിക്കനെ ഉണ്ടാതിരിക്കാൻ പറയാന്ന് പറയുന്നത് അത് ശുദ്ധ മണ്ടത്തരമാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം അമേരിക്കനെ പ്രകോപിക്കുക എന്ന് പറയുന്നത് അവരടുത്ത് ഇന്ത്യയുടെ കൂടെ നിൽക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള പ്രകോപനമാണോ, അതോ അവരുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് ചൈനയ്ക്കൊരു ത്രെറ്റാണെന്നുള്ള തോന്നൽ കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് കാട്ടിക്കൂട്ടിയിട്ട് തിരിച്ചു വിഡ്രോ ചെയ്യാവുന്നത്. പക്ഷെ അങ്ങനെ കാട്ടിക്കൂട്ടുന്ന സമയത്തും നമ്മൾ അതിന്റെ ഡിഫൻസ് നമ്മുടെ സ്ട്രെങ്ത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ ചൈനയ്ക്ക് ഒരു അപ്രാൻഡും നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്ക് ഡീമോറലൈസേഷൻ വരും. അങ്ങനെ ഒരു ഡീമോറലൈസേഷൻ വരാതിരിക്കണമെങ്കിൽ അത് കട്ടക്കിനേക്കാം. നന്ദി ശ്രീ മേജർ രവി. ഞങ്ങളോട് മേജർ രവിയാണ് ഇപ്പോൾ സംസാരിച്ചത്. വിശദാംശങ്ങളുമായി PG പ്രബോധ് തുടരുന്നുണ്ട്. ശ്രീലാലിലേക്ക് വരും മുമ്പ് പ്രബോധ്, എന്താണ് ഈ കാര്യത്തിൽ പിന്നീട് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്? ശരത്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പ്രകാരമാണ്. ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു. ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ഡിവിഷണൽ കമാൻഡർമാർ തമ്മിലുള്ള ചർച്ചയാണ് ഗാൽവാൻ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനം ഉണ്ടാവും. അതായത് നമ്മൾ 2 മണിക്ക് പ്രതീക്ഷിച്ചിരുന്നത് ഒരുപക്ഷെ ഇനിയും വൈകിയേക്കുമെന്ന് അറിയുന്നുണ്ട്. അല്പസമയം മുമ്പ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലേക്ക് വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ കൂടി വിളിച്ചു വരുത്തി. നമുക്കറിയാവുന്ന പോലെ തന്നെ ദീർഘകാലം ഇന്ത്യയുടെ ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായിരുന്നു S ജയശങ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടി വിളിച്ചു വരുത്തുകയും നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയം കണക്കാക്കുന്നു എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ചും 1975 ശേഷം ആദ്യമായി ഇന്ത്യൻ സൈനികർ ചൈനീസ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പരസ്പരം ഒരു ഏറ്റുമുട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്നലെ
രാത്രി ഒരു ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തി കടന്നു വരാൻ ശ്രമിക്കുകയായിരുന്നു. ഇവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഈ ഏറ്റുമുട്ടലാണ് ഒരു കമാൻഡിംഗ് ഓഫീസർ, അതായത് ഗൽവാൻ മേഖലയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായ കമാൻഡിംഗ് ഓഫീസർ അടക്കമുള്ള കേണൽ റാങ്കിലുള്ള കമാൻഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടത്. 2 സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടതായി ഇന്ത്യ സ്ഥിരീകരിക്കുന്നുണ്ട്. 4 ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ത്യൻ സൈന്യം നൽകുന്ന വിവരം. ഇക്കാര്യത്തിൽ ചൈനയുടെ ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും ഇപ്പോഴും ചർച്ച പുരോഗമിക്കുന്നു. സമാധാനപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്നാണ് ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി ഇപ്പോഴും അറിയിക്കുന്നത്. ഏതായാലും ചർച്ച തുടരുന്നു എന്ന നിലയിലാണ് ശ്രീലാലെ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ വാർത്താ സമ്മേളനം നീണ്ടുപോകാൻ തീർച്ചയായും അതിർത്തിയിലെ ചർച്ച പൂർത്തിയാകുന്നതിന് മുൻപ് എന്തായാലും വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യതയില്ല. രാവിലെ 7 മണി തൊട്ടാണ് ഈ ഇരുഭാഗത്തെയും സൈനിക ഉദ്യോഗസ്ഥർ ചർച്ച തുടങ്ങിയതെന്നുള്ള വിവരമാണ് നമുക്കുള്ളത്. എന്തായാലും ഇതിനിടയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇന്ത്യ തിങ്കളാഴ്ച 2 തവണ അതിർത്തി പ്രകോപനങ്ങളില്ലാതെ അതിർത്തി കടന്നു കയറി എന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. അതോടൊപ്പം തന്നെ ചൈനീസ് സൈനികരെ ഇന്ത്യൻ സൈനികർ ആക്രമിക്കുകയും ചെയ്തു. അതിനുള്ള ചില നടപടിക്രമങ്ങൾ തിരിച്ചുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക മാത്രമാണ് ചൈന ചെയ്തത് എന്നുള്ള ഒരു അവകാശവാദവുമായി ചൈന രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ നിലവിലെ സാഹചര്യത്തിൽ അതിർത്തി കടന്ന് ചൈനയെ ആക്രമിക്കാനുള്ള സാഹചര്യം എന്തായാലും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചൈനീസ് സൈനികർ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇന്ത്യ അവരെ തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്തത്. ഒരു യുദ്ധത്തെ അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ പതിവായി പറയുന്ന പോലുള്ള ഒരു പ്രസ്താവന മാത്രമായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വളരെ ശുഭകരമായ വാർത്തയാണ് LACയിൽ നിന്ന് വരുന്നത്. അതിൻ്റെ ഒരു ഫലം എന്താകും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് മാത്രമേ ഒരു പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം ഡൽഹിയിൽ നിന്നും സൈനിക ആസ്ഥാനത്ത് നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ ശ്രീലാൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദേശീയതലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും സൈന്യം തന്നെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി വിശദീകരിച്ച് ഇന്നലെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതും ഇന്ത്യൻ ഭാഗത്തെ ഒരു ഉദ്യോഗസ്ഥനും 2 ജവാന്മാർക്കും ജീവൻ നഷ്ടമായ വിവരം അറിയിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടന്നിരിക്കുന്നു. അതുപോലെ ചൈനീസ് ഭാഗത്തും കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആലോചനകൾ, കൂടിയാലോചനകൾ, തിരക്കിട്ട ആലോചനകളൊക്കെ ദേശീയതലത്തിൽ നടന്നു വരികയാണ്. ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. വളരെ വേഗം അടുത്ത ബുള്ളറ്റിൻ ആരംഭിക്കും. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വേഗം വരാം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് രജിസ്റ്റർ